ഏയ് ഗൈസ്, ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയില്ലേ? ഇതാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന സുപരിചിതമായ സാധനം മാങ്ങ. കാണാൻ പച്ചിണ്ടെന്നേ ഇല്ലു, പക്ഷേ കുറച്ചെല്ലാം പഴുത്തിനട്ടാ. നമുക്ക് ഇന്ന് ഇത് വെച്ച് റെസിപ്പി ആക്കിയാലോ? എൻ്റെ അമ്മമ്മക്കൊരു ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം ഞാൻ ആക്കാം. പക്ഷേ ഞാൻ നിങ്ങളെ ചെറുതായി ഒന്ന് പറ്റിച്ചിട്ടുണ്ട്. കാരണം മാങ്ങയെല്ലാം മുറിച്ച് കുറച്ച് ഉപ്പെല്ലാം വെച്ചതിന് ശേഷം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്കിന്നൊരു വീഡിയോ എടുത്താലോ. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ വലിയ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല, ടോർച്ചെല്ലാം അടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ മാങ്ങ തോരെല്ലാം കളഞ്ഞിട്ട് കുറച്ച് കട്ടുകട്ടായി മുറിച്ചതിന് ശേഷം കുറച്ച് ഉപ്പെല്ലിട്ട് വെക്കുക, ഒരു 10 മിനിറ്റ്. അപ്പോൾ നല്ലോണം ഉപ്പ് വരങ്ങി കിട്ടും. പിന്നെ അടുത്തതായി വേറൊരു സാധനം വേണ്ടേ. ആ സാധനം എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ തന്നെ പറയാം, നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലോ. ഇതാണ് വാട്ടുപറങ്കി. ചില സ്ഥലത്തല്ലോ ഇതിന് ഉണക്കമുളക് എന്നാണ് പറയുക. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതിനെ വാട്ടുപറങ്കി എന്നാണ് പറയാം. ഭയങ്കര എരിവായതുകൊണ്ട് ഇത് കൂടിപ്പോയ ഒരു 4 മതി. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി 5 എടുത്തിട്ടുണ്ട്. അവനവൻ്റെ എരിവിനനുസരിച്ചിട്ട് എടുക്കാട്ടോ. ഇതാണ് തേങ്ങ ചിരകിയത്. മാങ്ങ കുറച്ച് എടുത്തിട്ടുള്ളൂ, നമുക്ക് കുറച്ച് 3 ആൾക്ക് മാത്രം തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ തേങ്ങ അതിൻ്റെ നീർ പകുതി മതി, അല്ലെങ്കിൽ തേങ്ങ വെള്ളമായി പോവും. അതിന് മുന്നേ ഈ കുട്ടനെ ഒന്ന് മെരുക്കിയെടുക്കാനുണ്ട്, കാണിച്ചു തരാം. ഞാൻ മെരുക്കി എടുത്തിട്ടുണ്ട് ഗൈസ്, കണ്ടില്ലേ? സൈഡിലെല്ലാം ഞാൻ കരിച്ച് വെച്ചിട്ടുണ്ട്. എന്താണോ, തീയിലൊന്ന് കുറച്ച് സമയം ഒരു 2 സെക്കൻഡ് ഞാനൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അതാ ഇങ്ങനെ കരിഞ്ഞു പോയി, കണ്ട സൈഡെല്ലാം. ഇനി നമുക്ക് മിക്സിയിലിട്ട് നിന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ജാറിലേക്ക് നമ്മളെ പറങ്കിയില്ലേ അതൊന്നിങ്ങനെ, ഒരു കയ്യിൽ ഫോൺ പിടിച്ചോണ്ടാട്ടോ ഞാൻ ഇങ്ങനെ പറങ്കി നമുക്കൊന്ന് എന്തായിട്ട് പറങ്കി മതവ് കണ്ടിട്ട് തുപ്പും. ജസ്റ്റ് ഒന്ന് ഇതുപോലെ പൊടിച്ചിടാം. ഇതിലേക്ക് നമുക്ക് നേരത്തെ ചിരകി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് അരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇച്ചിരി പോലെ വെള്ളം കേട്ടോ. ഇച്ചിരി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇച്ചിരി, കുറച്ച് ഒന്ന് ഉറ്റിച്ച് കൊടുക്കുക പേരിന്. കുട്ടമ്മനെ പോയിട്ട് അടിച്ചെടുത്താലോ. ഇതാണ് നമ്മളെ കടുമോനെ നമുക്ക് കുറച്ചൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് വീണില്ലേ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. അധികം ഇതിട്ടിട്ട് അടിക്കരുത്, കടുകൂട്ടിട്ട് അടിക്കരുത്, കാരണം കഴിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു 2-3 പ്രാവശ്യം കറക്കിയിട്ട് ഒന്ന് ഓഫാക്കി എടുക്കാം. അത് കടു 2-3 പീസാവുന്നവരെ പായസാക്കാൻ നിൽക്കണ്ട. നമ്മളെ തേങ്ങയും കടുകും കൂടി അരച്ചെടുത്ത സാധനം നമുക്ക് നേരത്തെ എടുത്ത് വെച്ചാൽ മാങ്ങയിലേക്ക് നമുക്ക് തട്ടാം. 1 സ്പൂൺ തട്ടി, 2ാമത്തെ സ്പൂൺ തട്ടട്ടെ, 2ഉം തട്ടി. നമുക്കങ്ങനെ മൊത്തത്തിൽ തട്ടാം. നമ്മൾ ഒരുവിധം എല്ലാം തട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് വന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇതെന്താ ഉപ്പില്ലാത്ത കറിയെന്ന് ആരും വിചാരിക്കണ്ട. നമ്മൾ നേരത്തെ മാങ്ങ മുറിച്ചപ്പോൾ ഉപ്പിട്ടിട്ട് ഒരു 5-10 മിനിറ്റ് വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഞാൻ ആദ്യം എന്തിടണ്ട, ഉപ്പിടണ്ട. നമുക്കിനി ഇതിലൊന്ന് വറുത്തിടാനും നമ്മൾ എന്ത് ഉപയോഗിക്കൂ, നമ്മുടെ കടു ഭയങ്കര കട്ടി പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തേങ്ങ അരച്ച് വെച്ച ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുലുക്കിയിട്ടാകുമ്പോൾ ആ വെള്ളം നമുക്ക് ഇതിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം പോലെ കിട്ടും. രണ്ടും ചീൻചട്ടി നിങ്ങൾ കാണുന്നുണ്ടോ? നമുക്ക് കുറച്ച് വറുത്തിട്ടാലോ. ഇതിലേക്കൊന്ന് ചെരിഞ്ഞ് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കുക. എല്ലാ ഭാഗത്തേക്കൊക്കെ അടുക്കൊന്ന് കയറി പോട്ടെ. കണ്ടാ, ഇത്